ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളിതുപോലെ പല വ്യത്യസ്തങ്ങളായ വളരെ രസകരമായിട്ടുള്ള AI ജനറേറ്റഡ് ഇമേജസ് കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇത് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതെങ്ങനെ ഫ്രീ ആയിട്ട് ജനറേറ്റ് ചെയ്യാം, ഇതിനെപ്പറ്റി നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായേക്കാം. അത് ഇത്രയും കാലം വരെ നമുക്ക് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ ഉള്ള ഒരു ബെസ്റ്റ് AI ജനറേഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് മിഡ്ജേണി ആയിരുന്നു. മിഡ്ജേണി ഒരു ബേസ്ഡ് ഓൺ ഡിസ്കോഡിന് ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗ്രേറ്റ് ആപ്ലിക്കേഷൻ. ഏത് ഇമേജസും AI ജനറേറ്റ് ഇമേജസ് എന്ന് പറയുകയില്ല. അത്രയും നല്ല ക്ലാരിറ്റിയും അത്രയും നല്ല പെർഫെക്ഷനോട് കൂടിയും ഈ മിഡ് ജേണിക്ക് ഇത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഇതിൽ ഇഷ്ടംപോലെ യൂസേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഫ്രീ ട്രയൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫംഗ്ഷനാലിറ്റി വളരെയധികം ഹാമ്പേർഡ് ആണ്. അതായത് ഏകദേശം നമുക്കിപ്പോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ മാത്രമല്ല, ഇതിൽ സപ്പോസ് നമുക്ക് ഈ മിഡ് ജേണി സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഏകദേശം ഇപ്പോൾ ഒരു $10 പെർ മന്ത് ഒരു പ്ലാൻ ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്, ബേസിക് പ്ലാൻ ആയിട്ടുള്ളത്. നോ വൺ നീഡ്സ് ടു പേ മണി ടു ജനറേറ്റ് സംതിങ് ദാറ്റ് ദേ വുഡ് റെയർലി യൂസ്. സോ ദിസ് ഇസ് ജസ്റ്റ് ഫോർ ഫൺ. സോ നമുക്ക് ഒരു ഫണ്ണിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംതിങ് ആണ് ഈ ഒരു AI ജനറേഷൻ. ബട്ട് പ്രൊഫഷണൽ നമുക്ക് എടുക്കാനും സാധിക്കും. മീൻസ് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുമ്പോഴും അതിനെപ്പറ്റി അല്ലെങ്കിൽ വല്ല കണ്ടൻറ് ക്രിയേഷൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രസൻറ്റേഷൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇമേജസ് യൂസ് ചെയ്യാം. ഇത് കോപ്പറേറ്റഡ് ഫ്രീ ഇമേജസ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. സോ കറൻ്റിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മിഡ്ജേണി നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. സോ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് Leonardo.AI. ഈ ഒരു പുതിയൊരു വെബ് ആപ്ലിക്കേഷൻ ഈ അടുത്ത കാലത്താണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇതൊരു ഏർലി ബേർഡ് റിലീസ് ആയിട്ടാണ് ഇപ്പോൾ കറൻ്റ് നമുക്കുള്ളത്. പക്ഷേ ഇതുകൊണ്ട് തന്നെ ഏകദേശം മിഡ് ജേണിൽ വരുന്ന ഒരുമാതിരി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അത്രയും പെർഫെക്ഷൻ ഉണ്ടാവുകയില്ല, എന്നിരുന്നാലും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. ഇതുപോലെയുള്ള മനോഹരമായ ഇമേജസ് നമുക്ക് ഈ ലിയോണോഡോ.AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകിച്ച് ഒരു ലിമിറ്റേഷനോ അല്ലെങ്കിൽ ആർക്കും ഒരു റെസ്ട്രിക്ഷനോ കൊടുക്കുന്നില്ല. സോ ഇതിൽ കയറാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് ഗെറ്റ് ഏർലി ആക്സസ്, ആ ഒരു ഏർലി ആക്സസ് കിട്ടാനായിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുക. സപ്പോസ് നമ്മൾ ഈ ഒരു റാൻഡമായിട്ടുള്ള ഇമെയിൽ ID കൊടുത്തിട്ട് കൗണ്ട് മീ ഇൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മെയിൽ ബോക്സിൽ അധികം വൈകാതെ തന്നെ ഈ ഒരു വെൽക്കം മെയിൽ പോലെ വരുന്നതായിരിക്കും. ഇത് കഴിഞ്ഞ് ഏകദേശം ഇപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ആ ഒരു മെയിൽ ID വൈറ്റ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ മെയിൽ ID ഓക്കെ ആക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ വെബ്സൈറ്റിൻ്റെ ഡാറ്റാബേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. സോ നമ്മൾ ഈ ഒരു കോൺമീൻ കൊടുത്തതിന് പിന്നെ ഈ ഒരു ഇമെയിൽ ID വെൽക്കം പോലെ വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം പിടിക്കും നമ്മളുടെ ആക്സസ് പൂർണ്ണമായിട്ടും റെഡിയാവാൻ വേണ്ടിയിട്ട്. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ഇവരെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യണം. ഡിസ്കോഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനകത്ത് ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ആ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 2 ദിവസം കഴിയുമ്പോൾ മാക്സിമം 2 ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം ഈ ഒരു നിങ്ങളുടെ ഇമെയിൽ ID വെരിഫൈഡ് ആണ് അല്ലെങ്കിൽ വൈറ്റ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെരിഫിക്കേഷൻ കോഡ് പോലെ നിങ്ങൾ വരുന്നതായിരിക്കും. അതിന് ശേഷം നിങ്ങൾ ലോഞ്ച് ആപ്പ് കൊടുത്താൽ ഐ ആം വൈറ്റ് ലിസ്റ്റഡ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനകത്തായിട്ട് നിങ്ങൾക്ക് AI ഇമേജ് ജനറേഷൻ ആ ഒരു സെക്ഷനകത്തായിട്ട് ഫൈൻ ട്യൂൺ മോഡലുള്ള സ്ഥാനത്ത് നമ്മളുടെ ലിയോണാർഡോ ഡിഫ്യൂഷൻ, ഇതാണ് സ്റ്റാൻഡേർഡ് ഒരു ഡിഫ്യൂഷൻ മോഡൽ. സോ ലെറ്റ്സ് സേ നമ്മളിപ്പോൾ ഒരു റാൻഡം ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ലെറ്റ്സ് സേ ഗോഡ്സ് ഐ എന്ന് കൊടുത്തതിന് ശേഷം ഈ ഒരു ടോക്കൺ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ ആവശ്യമുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. സോ ഗോഡ്സ് ഐ എന്നുള്ള ഒരു ടെക്സ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മോഡൽ ലിയോണാർഡോ ഡിഫ്യൂഷൻ കൊടുക്കുന്നു, സ്റ്റൈൽ കൊടുക്കുന്നു. നമ്പർ ഓഫ് ഇമേജസ് ഞാനിപ്പോൾ സപ്പോസ് ഒരു 4 കൊടുക്കുന്നു. റെസൊല്യൂഷൻ 768 കൊടുക്കുന്നു. പക്ഷേ ഇവിടെ ഓക്കെ 1024 ആണ് ഈ ഒരു സ്പെസിഫിക് മോഡലിൻ്റെ റെക്കമെൻഡഡ് സൈസ്. അല്ലെങ്കിൽ ആ ഒരു മോഡലിൻ്റെ ആ ഒരു ഫുൾ എഫക്റ്റീവ്നെസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. സോ അതൊരു എറർ അല്ല, പക്ഷേ അവർ വച്ചിരുന്നാൽ നന്നായിരിക്കും. സോ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. സോ ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ജനറേറ്റ് കൊടുക്കുന്നു. ഇവിടെ ഈ ഒരു ടോക്കണിൻ്റെ നമ്പർ നോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏകദേശം ഒരു 7 ടോക്കൺസ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു സെറ്റിങ്സിൽ വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതായിരിക്കും നമ്മൾ ജനറേറ്റ് കൊടുത്താൽ. സോ ഞാനിവിടെ ജനറേറ്റ് കൊടുക്കുന്നു. ഉദ്ദേശം ഒരു 15 സെക്കൻഡ് മുതൽ ഏകദേശം 1 മിനിറ്റ് വരെ ലാഗ് ഉണ്ട്. മിഡ് ജേണി പോലെ അത്രയും ഫാസ്റ്റ് അല്ല, കാരണം ഇതൊരു ഏർലി ആക്സസ് അല്ലെങ്കിൽ ഏർലി ബേർഡ് റിലീസാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം പിടിക്കും കമ്പയർ ടു മിഡ് ജേണി ഈ ഇമേജസിനായിട്ടാണ്. അത് മാത്രമല്ല നമ്മൾ എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള വേർഡാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ കമാൻഡാണോ കൊടുക്കുന്നത് അത്രയും നേരം പിടിക്കുകയും ചെയ്യും.
വേറൊരു കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരിക്കലും പെർഫെക്റ്റ് അല്ല. മിഡ്ജേണി പോലെ അത്രയും പെർഫെക്റ്റായിട്ട് നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടുകയില്ല. പക്ഷെ എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത ജനറേറ്റ് ഇമേജസ് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് കിട്ടിയ പോലെ ഇവിടെ ഞാൻ 4 ഇമേജസാണ് ഓപ്ഷനായിട്ട് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ 4 ഇമേജസിങ് വന്നിരിക്കുന്നു. ഗോഡ്സ് ഐ, അപ്പോൾ ഏകദേശം AI മനസ്സിലുള്ള ഗോഡ്സ് ഐ എന്ന ഒരു കീവേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഈ ഇമേജ് വന്നിരിക്കുന്നത്. ഈ ഇമേജിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ആവശ്യം ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അൺസൂം ചെയ്യാം. അതായത് നമുക്ക് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ ഈ ഒരു ഇമേജിൽ കുറച്ചും കൂടി ഒരു സൈസ് വരുന്നത് പോലെ നമുക്ക് ആക്കാം. അതുപോലെ പല പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സേവ് ഇമേജ് കൊടുത്താൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് ഈ ആപ്ലിക്കേഷനിൽ ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. സോ ഇതൊരിക്കലും ഒരു സോളിഡ് അല്ലെങ്കിൽ ഫുൾ ഫ്ലെഷ്ഡ് ഒരു ഡെമോ അല്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഒരു ഐഡിയയാണ് ഞാൻ അവിടെ കാണിച്ചു തരുന്നത്. ഇത് ടോട്ടലി ഫ്രീ ആണ്, ഒരു ഇഷ്യൂ വരുന്നില്ല. നമുക്ക് ഡെയിലി 150 ടോക്കൺസ് വരെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എത്രത്തോളം കോംപ്ലക്സ് ക്വറി നമ്മൾ കൊടുക്കുന്നത്, അതായത് ഈ ഒരു കമാൻഡാണ് കൊടുക്കുന്നത്, അത്രയധികം ടോക്കൺസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും ഓരോ ജനറേഷനും വേണ്ടിയിട്ട്. സോ അത് നമ്മൾ നോട്ട് ചെയ്തേക്കേണ്ട ആവശ്യമുണ്ട്. ദിവസവും ഏകദേശം 150 ടോക്കൺസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ടോക്കൺസ് ആദ്യത്തെ ആഴ്ചയിൽ ഏകദേശം 6 മണിക്കൂറിന് ശേഷം റീജനറേറ്റ് ആവും. ഈ ലിമിറ്റേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്രീ മോഡലിൽ നിന്ന് പെയ്ഡ് മോഡലിലേക്ക് മാറും. ഇതും മിഡ്ജേണിയുടെ ഏകദേശം ഈക്വൽ ആണ്. സോ $10 പെർ മന്ത്. ബട്ട് കറൻ്റ്ലി നമുക്ക് മിഡ്ജേണി പോലെ ഈ ഫ്രീ പ്ലാനിൽ ഇഷ്യൂ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എസ്പെഷ്യലി ഒരു ഫൺ മെത്തേഡിൽ അല്ലെങ്കിൽ ഫണ്ണായിട്ട് ഇമേജസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു $10 പെർ മന്ത് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് വളരെയധികം വേറെയുണ്ട്. മീൻസ് 8,500 പെർ മന്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമേജസ് എല്ലാം പ്രൈവറ്റ് ആയിരിക്കും. അതായത് ഫ്രീ പ്ലാൻ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഇമേജസും പബ്ലിക് ആയിരിക്കും. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജസ് ആർക്ക് വേണമെങ്കിലും കാണാം, ആർക്ക് വേണമെങ്കിലും അതിൻ്റെ മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓണർഷിപ്പ് ക്ലെയിം ചെയ്യാം. നമ്മളാണ് ആ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്, നമുക്ക് മാത്രമാണ് ആ ഇമേജിൻ്റെ മുകളിലുള്ള സോൾ റൈറ്റ് എന്ന് നമുക്ക് ക്ലെയിം ചെയ്യാം. സോ വേറെ ആർക്കും യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഇങ്ങനത്തെ കുറച്ച് പെർക്സ് ഈ $10 പെർ മന്തിൽ പ്ലാനിൽ വരുന്നുണ്ട്. സോ അതാണ് ഈ ഒരു Leonardo.AIയുടെ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ കറൻ്റ്ലി ഫ്രീ ആണ്. മീൻസ് ആർക്ക് വേണമെങ്കിലും കയറാം, ഒരു ഇഷ്യൂ വരുന്നില്ല. സോ മേ ബി ഇൻ ദ ഫ്യൂച്ചർ ഇത് പെയ്ഡ് വേർഷനായിട്ട് മാറാൻ ചാൻസും ഉണ്ട്. ഈ ഫ്രീ ഏർലി ബേർഡ് ആക്സസ് എന്നുള്ളത് മാറിയിട്ട് ഫുൾ പെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ആപ്ലിക്കേഷനിൽ കയറാവുന്നതാണ്.